ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഡയറി റൈറ്റിംഗ്. സോ നമുക്ക് എങ്ങനെ ഒരു ഡയറി തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ചെയ്യണേ. സോ നമുക്ക് ഡയറി നോക്കാം. ഒരു ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡേറ്റ്, ഡേ എന്ന് പറയുന്നത്. ദിവസവും ഡേറ്റും നിങ്ങൾ ഉറപ്പായിട്ടും എഴുതേണ്ടതാണ്. ഇത് നിങ്ങൾ ആദ്യം തന്നെ ഡയറിയുടെ തുടക്കത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ ഡേറ്റും ഡേയും എഴുതി കൊടുക്കണം. ഇവിടെ 18th തേഴ്സ്ഡേ 2025 എന്നാണ് ഡേറ്റ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്നാണോ ഡയറി എഴുതുന്നത് അന്നേ ദിവസത്തെ ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ തുടങ്ങേണ്ടത് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാം. എന്നിട്ട് ആദ്യത്തെ ലൈന് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലൈന് നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് ലൈനിൽ എഴുതേണ്ടത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇന്ന് എന്താണ് നല്ല സന്തോഷമുള്ള ദിവസമായിരിക്കും, അല്ലെങ്കിൽ നല്ല ദുഃഖമുള്ള ദിവസമായിരിക്കും. സോ അന്നത്തെ ദിവസത്തെ ഫീലിംഗ് എന്താണോ അതാണ് നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്പണിംഗ് ലൈനായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ഇവിടെ കുറച്ച് എക്സാമ്പിളായിട്ട് പറയാം. ടുഡേ ഐ വാസ് വെരി ഹാപ്പി എന്ന് നിങ്ങൾക്ക് തുടങ്ങാം. സന്തോഷമാണെങ്കിൽ സന്തോഷമുള്ള ഒരു ഫീലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡയറിയും ആരുടെ ഡയറി ചോദിച്ചാലും നിങ്ങൾക്ക് എന്തെന്ന് തുടങ്ങാം? ടുഡേ ഐ വാസ് വെരി ഹാപ്പി എന്ന് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇന്ന് വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം? വാട്ട് എ ഗ്രേറ്റ് ഡേ എന്ന് തുടങ്ങാം. സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ലൈൻസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി ദുഃഖമാണെങ്കിലോ വിഷമമാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി എന്നുള്ളിടത്ത് എന്ത് എഴുതിയാൽ മതി? സാഡ് എന്ന് എഴുതുക. ടുഡേ ഐ വാസ് വെരി സാഡ്. ഇന്ന് ഞാൻ വളരെ ദുഃഖിതനാണ്. പിന്നെ നമുക്ക് എഴുതാം ടുഡേ വാസ് എ വെരി ബാഡ് ഡേ. ഇന്ന് വളരെ മോശപ്പെട്ടൊരു ദിവസമാണ്. സോ നിങ്ങൾക്ക് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഇന്ന് ആരുടെ ഡയറി ആണോ നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് സന്തോഷമാണോ ദുഃഖമാണോ എന്താണ് അവരുടെ ഫീലിംഗ് എന്നത് നമുക്ക് മനസ്സിലാവും. സോ ഹാപ്പി ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലൈൻസൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സങ്കടം ദുഃഖമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് നമ്മൾ പറഞ്ഞ സാഡാണ്, ഇന്ന് ഭയങ്കര മോശപ്പെട്ട ദിവസമാണെന്നൊക്കെ എഴുതാവുന്നതാണ്. ഈ 2 അവസ്ഥയിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾക്ക് എഴുതാൻ പറ്റിയൊരു ലൈനാണ് ടുഡേ വാസ് എ അൺഫോർഗറ്റബിൾ ഡേ. ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അത് ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ഡയറിയിൽ എഴുതാൻ പറ്റിയൊരു ലൈനാണ്. സോ ഈ ലൈനൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ടുഡേ വാസ് എ അൺഫോർഗറ്റബിൾ ഡേ. നമ്മുടെ ഡയറിയിൽ ബാക്കി ഭാഗം എഴുതേണ്ടത് എന്താണ് കണ്ടന്റ്, എന്താണ് വിഷയം, അങ്ങനെ ബാക്കി നടന്ന കാര്യങ്ങളും നമുക്ക് തോന്നിയിട്ടുള്ളതെല്ലാമാണ് ബാക്കി എഴുതേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് അവസാനം നിങ്ങളുടെ പേരും എഴുതുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ നമ്മുടെ ഡയറി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ബോക്സിലാക്കിയിട്ട് എഴുതുക. ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് എഴുതുക. പിന്നെ ഇതുപോലെ നമ്മളിവിടെ പറഞ്ഞതുപോലത്തെ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് ഒക്കെ കൊടുത്താൽ നിങ്ങളുടെ ഡയറിക്ക് നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഡയറി റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിൽ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ ദിൽന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പരിചയപ്പെട്ടിരുന്നു അല്ലേ? നല്ല ബുദ്ധിമതിയായിട്ടുള്ള നല്ല കറേജസ് ധൈര്യമുള്ള 8 വയസ്സുകാരിയായ കുട്ടിയായിരുന്നു ദിൽന. പാഠഭാഗത്തെ കഥ എന്തായിരുന്നു? അവളുടെ അമ്മ പെട്ടെന്ന് ഒരു ലിവിങ് റൂമിൽ തളർന്ന് കിടക്കുന്നത് കണ്ട് ആ സമയത്ത് വിളിച്ചിട്ടൊന്നും എണീക്കുന്നുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ പെട്ടെന്ന്
നിന്നുപോയി. അങ്ങനെ അവൾക്ക് ഗ്രാൻഡ് മദർ അവളെ പഠിപ്പിച്ച് തന്നത് ഓർമ്മ വന്നു. 101 എമർജൻസി കോള് വിളിക്കാൻ. അങ്ങനെ അവൾ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന് അമ്മയെ രക്ഷിച്ചു. എന്നിട്ട് എന്താണ് അവളുടെ ഈ ഒരു കറേജസ് ആയിട്ടുള്ള പ്രവൃത്തി, ആ ഒരു സമയത്ത് ഫയർഫോഴ്സിനെ വിളിക്കാനൊക്കെ കാണിച്ച ആ ഒരു ധൈര്യത്തെ, ആ ഒരു ഇതിനെ എന്താണ് അതിന് അവൾക്കൊരു അവാർഡ് കിട്ടി. സോ ഇതായിരുന്നു ആ പാഠഭാഗത്തുള്ളൊരു സ്റ്റോറിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. സോ നമ്മുടെ ചോദ്യം ഇവിടെ ദിൽനയുടെ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ്. ദി ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഫയർമാന് ദിൽനയ്ക്ക് ഒരു അവാർഡ് കൊടുത്തു. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾ ഭയങ്കര സന്തോഷവതിയായി. ഷീ റോഡ് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അവൾ അവളുടെ ഫീലിങ്സ് ഒക്കെ ഡയറിയിൽ എഴുതി. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി. എന്തായിരിക്കും അവൾ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചത്. സോ നമ്മളിവിടെ ഡയറി എഴുതുമ്പോൾ നമ്മൾ ദിൽനയായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, എനിക്ക് സന്തോഷമായി, എനിക്ക് അവാർഡ് കിട്ടി. നമ്മൾ സ്വയം ദിൽനയായിട്ടാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറയും. അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇവിടെ ചോദ്യത്തിൽ നമ്മുടെ ഡയറിയുടെ തുടക്കം തന്നിട്ടുണ്ട്. എന്താണ്? ഡേറ്റ് എഴുതണം, ദിവസം ഡേ എഴുതണം. ഇവിടെ 25 ജൂൺ 2025 മൺഡേ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ നാളെയാണല്ലോ എക്സാം, നാളത്തെ ഡേറ്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഡിയർ ഡയറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദിൽനയ്ക്ക് അന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയ ദിവസമാണ് അവൾ ഡയറി എഴുതുന്നത്. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷവതിയായിരിക്കില്ലേ? സോ ഇത് സന്തോഷമുള്ള ടൈമിൽ എഴുതുന്ന ഒരു ഡയറിയാണ്. സോ നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ എന്ത് എഴുതാം? ടുഡേ ഐ വാസ് വെരി ഹാപ്പി. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എന്ന് തുടങ്ങിക്കൂടെ? പിന്നെ ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ. ഇന്ന് ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമായിരുന്നു. ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി ഇത് സന്തോഷമുള്ള സമയത്തുള്ളതാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിക്കുമ്പോഴും നിങ്ങൾ സന്തോഷമാണെങ്കിൽ അവിടെ ഹാപ്പി എന്ന് എഴുതണം, ദുഃഖമാണെങ്കിൽ സാഡ് എന്നും എഴുതണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡയറിയുടെ ബാക്കി ഭാഗം നോക്കാം. ടുഡേ ഐ വാസ് വെരി ഹാപ്പി. ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ. ഇന്ന് പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. ദി ഫയർമാൻ ഗേവ് മീ എൻ അവാർഡ് ഫോർ ബീയിങ് ബ്രേവ്. നല്ല ധൈര്യശാലി ആയതിന് ഫയർമാൻ എനിക്കൊരു അവാർഡ് തന്നു. ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. എനിക്ക് ഭയങ്കര സന്തോഷവും അതോടൊപ്പം അഭിമാനവും തോന്നി. വെൻ മൈ മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ ഐ വാസ് സ്കെയേർഡ്. ഞാൻ ഭയന്നു പോയി. സ്കെയേർഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി, ഭയന്നു പോയി എന്നൊക്കെയാണ്. ബട്ട് ഐ ബ്രേവ്ലി കോൾഡ് 101. 101 എന്നുള്ളത് പാഠഭാഗത്ത് പറയുന്നുണ്ട്, ഒരു എമർജൻസി കോളിംഗ് നമ്പറാണ്. സോ അവൾ അമ്മ നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ എന്താണ്, ഞാൻ ബ്രേവ്ലി നല്ല ധൈര്യത്തോടെ എന്താണ് 101ലേക്ക് വിളിച്ചു. ദി ഫയർഫോഴ്സ് കെയിം ക്വിക്ക്ലി ആൻഡ് സേവ്ഡ് മൈ മദർ. ഫയർഫോഴ്സ് പെട്ടെന്ന് വന്നു എൻ്റെ അമ്മയെ രക്ഷിച്ചു. ഐ ആം ഗ്ലാഡ്. ഗ്ലാഡ് എന്ന് പറഞ്ഞാലും സന്തോഷമാണ്. ഞാൻ സന്തോഷമാണ്. മൈ മമ്മി സേഫ് നൗ. എൻ്റെ അമ്മ ഇപ്പോൾ സേഫാണ്. ഐ വാണ്ട് ടു ടീച്ച് മൈ ലിറ്റിൽ ബ്രദർ ഐസക് ഹൗ ടു ബി ബ്രേവ് ആൻഡ് നോ വാട്ട് ടു ഡു ഇൻ എൻ എമർജൻസി ടു. എനിക്ക് എൻ്റെ സഹോദരനെയും കൂടി എന്ത് പഠിപ്പിക്കണം? ഒരു എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ധൈര്യത്തോടെ നിൽക്കാമെന്ന്, എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കണം. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഡേ. ഞാൻ എപ്പോഴും ഈ ഒരു ദിവസം ഓർക്കും. ബീയിങ് ഏബിൾ ടു സേവ് മൈ മദർ ഈസ് ദി ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് ഇൻ മൈ ലൈഫ്. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. ദിസ് ഡേ മീൻസ് മോർ ദാൻ എനിത്തിങ് ടു മീ. ഈ ഒരു ദിവസം എനിക്ക് മറ്റുള്ള എന്തിനെക്കാട്ടിലും വലിയതാണ് എന്ന്. എന്നിട്ട് ലാസ്റ്റ് അടിയിൽ പേര് ദിൽന എന്ന് എഴുതുക. അപ്പോൾ മക്കളെ, നമ്മുടെ ഡയറി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരിക്കലും ദിൽന ഹാപ്പിയാണ്, ദിൽനയുടെ അമ്മയെ അവൾ രക്ഷിച്ചു അങ്ങനെ നമ്മൾ എഴുതില്ല. നമ്മൾ ദിൽനയായിട്ട് ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെ അമ്മയെ രക്ഷിച്ചു, എനിക്ക് അഭിമാനം കൊള്ളുന്നു, ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.